ഷാഫി ചാലിയം, തിങ്കളാഴ്ച കോടതിയിൽ ഇതിൽ അന്തിമ നിലപാട്, സർക്കാരിന്റെ നിലപാട് അറിയിക്കണം. കോടതി ഇപ്പോൾ പരിശോധിച്ചതിൽ CCTV ദൃശ്യങ്ങളടക്കമുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ ട്രാക്ടർ ഓടിക്കുന്ന ഡ്രൈവർ മാത്രമല്ലല്ലോ പതിഞ്ഞിരിക്കുന്നത്, അതിൽ പുറപ്പെട്ടു പോയിരിക്കുന്ന ADGP കൂടിയുണ്ടല്ലോ. അപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി പതിഞ്ഞിട്ടുണ്ട്. ADGPയുമായി ബന്ധപ്പെട്ടാണ് കോടതി രൂക്ഷ വിമർശനങ്ങളും നടത്തിയത്. ഉത്തരവാദപ്പെട്ട കോടതി ഉത്തരവ് ലംഘിച്ച് അങ്ങനെ ഒരു യാത്ര നടത്തിയതിനെക്കുറിച്ച് ADGPക്കെതിരെയാണ് അതിൽ വിമർശനം മുഴുവൻ. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള FIR അത് കോടതി അംഗീകരിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. ഇനി പൂരവുമായി ബന്ധപ്പെട്ടും അന്തിമ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൽ MR അജിത് കുമാറിന് വീഴ്ചയുണ്ട് എന്നുള്ള റിപ്പോർട്ട് കോടതി മുഖ്യമന്ത്രി മുമ്പാകെ എത്തുകയാണ്. മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇതിൽ PV അൻവർ പറഞ്ഞതുപോലെ അൻവർ ഉയർത്തുന്നത് പോലെ ശബ്ദം ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ടോ? 16 പരാതി കത്തുകൾ ഡൽഹിയിലേക്ക് അയച്ചു, നിങ്ങൾ അതിൽ എന്തു ചെയ്തു എന്നുള്ള ചോദ്യവും ഉയരുന്നു. അതെ, അതായത് സാധാരണ ഈ CCTVയെ വെട്ടിച്ച് യാത്ര ചെയ്യുന്നത് ആരാണ്? കള്ളന്മാരാണ്, മോഷ്ടാക്കളാണ്, അല്ലേ? എന്നാൽ മോഷ്ടാക്കൾക്ക് തുല്യമായിട്ടാണ് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ശബരിമലയ്ക്ക് പോയത്. ശബരിമല, മലയാറ്റൂർ മലകയറ്റം, അതൊക്കെ ഒരു സാക്രിഫൈസായി ചെയ്യുന്ന ഒരു ആരാധനാ രീതികളാണ്. ത്യാഗമാണ് അതിൻ്റെ ഏറ്റവും വലിയ കോൺസെപ്റ്റ്. ത്യജിക്കലാണ്, വർജിക്കലാണ്. നമുക്കറിയാം, കല്ലും മുള്ളൊക്കെ ചവിട്ടിയിട്ടാണ് അയ്യപ്പ ഭക്തന്മാർ അവിടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ മലയാറ്റൂർ മലകയറ്റവും അങ്ങനെ തന്നെയാണ്. അതൊരു ആചാരമാണ്. അവിടെയാണ് ഇദ്ദേഹം നിയമവാഴ്ചയെ കാറ്റിൽ പറത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് CCTVയെ വെട്ടിച്ചുകൊണ്ട് പോലീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ട്രാക്ടർ, ആ ട്രാക്ടറിലാണ് ഇയാൾ. DGPയുടെ ഉടമസ്ഥത 3 പേരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരേ വന്നിട്ടുള്ളൂ. അതെ, പോലീസ് മേധാവിയാണ് ഉടമസ്ഥൻ. ഇപ്പോൾ അനധികൃതമായി മണൽ കയറ്റി ഒരു ടിപ്പർ ലോറി പോയാൽ ആരുടെ പേരിലെ കേസ്? ഡ്രൈവർ പേരിലാണോ? വാഹന ഉടമസ്ഥൻ്റെ പേരിലാണ് എടുക്കേണ്ടത്. ഇവിടെ ഈ ട്രാക്ടറിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ഈ രാജ്യത്തെ നമ്മുടെ സ്റ്റേറ്റിലെ DGP. ആ DGPക്കെതിരെ എടുക്കണം. ഒരു സാധാരണ കോൺസ്റ്റബിൾ, ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു റൈറ്റർ സംസ്ഥാനത്ത് DGPക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ? നിയമം അങ്ങനെയാണെങ്കിലും കേസെടുക്കാൻ കഴിയില്ല. കാരണം ഭയമാണ്. മാത്രമല്ല, ഈ ഡ്രൈവറെ പേരറിയില്ല, അത്രേ. ഈ ഡ്രൈവറെ അഡ്രസ്സും അറിയില്ല. ഈ പമ്പ പോലീസ് സ്റ്റേഷൻ്റെ സ്ഥിതി നോക്കണം നിങ്ങൾ. പോലീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടർ ഓടിക്കുന്ന ഡ്രൈവറുടെ പേര് പോലീസിന് അറിയില്ല. ആ ഡ്രൈവർ അഡ്രസ്സും പോലീസിന് അറിയില്ല. കേരളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേട്ടിരുന്നു. ഇതൊക്കെ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒറീസയിൽ നിന്നൊക്കെയാണ് ഇത്തരത്തൊക്കെ കേൾക്കാറ്. ഏറ്റവും കുറ്റമറ്റ ഏറ്റവും നല്ലൊരു പോലീസ് സേന, ആ പോലീസ് സേനയിൽ നിന്ന് കേൾക്കുന്ന ഇത്തരത്തിലുള്ള ചീത്ത വാർത്തകൾ മലയാളി നാണം കൊണ്ട് തലകുനിക്കണ്ടേ? ആലോചിക്കും നിങ്ങൾ. ഇവിടെ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് റെജി ലൂക്കോസ്, നിങ്ങൾക്ക് AKG സെൻറ്ററിൽ നിന്ന് CPMൻ്റെ പ്രതിനിധിയിൽ നിന്ന് കിട്ടിയില്ല എന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈ പാവർ റെജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ ഒന്നും ഇരിക്കുന്നത്. എന്താ CPMൻ്റെ പ്രതിയെ തരാത്ത? ഇതിലൊന്നും പറയാനില്ല, ഒന്നും പറയാൻ അവർക്ക് കഴിയില്ല. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ മിസ്റ്റർ അൻവർ പറഞ്ഞതുപോലെ നൊട്ടോറിയസ് ക്രിമിനലൊന്നും ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ, പോലീസ് മേധാവികളെ ഞങ്ങൾ അങ്ങനെയൊന്നും വിളിക്കാറില്ല. പക്ഷെ അതേ സമയത്ത് ഇവിടെ നിങ്ങൾ ഒറ്റ വാക്ക് ചോദ്യത്തിൻ്റെ അവസാനം വെച്ചു. ഇത് നിങ്ങളെ പ്രതിപക്ഷം എന്താണ്? ഞാനും പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഈ മിസ്റ്റർ അൻവർ ഈ DGPക്ക് നേരെ, ഈ ADGPക്ക് നേരെ വലിയ വിവാദമുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതിൻ്റെ 1.5 വർഷം മുമ്പ് എലത്തൂർ ട്രെയിൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ വളരെ കൃത്യമായി ഞാൻ ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു മടിയും ഒരു പേടിയും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യൻ വളരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. ആ കേസ് എവിടുന്നാണ് ഷഹീൻ ബാഗിൽ നിന്നാണ് ഈ കുട്ടി വന്നതെന്നും ഈ ഷഹീൻ ബാഗ് എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. ഇദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ഇത് പറയുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പാണ് വത്സൻ തില്ലങ്കേരി വന്ന് എന്ത് പറയുന്നത്? ഈ പ്രതി വരുന്നത് ഷഹീൻ ബാഗ് എന്നാണ്. ഷഹീൻ ബാഗ് എന്ന് പറഞ്ഞാൽ ഭീകരവാദികളെ വിരിയിപ്പിച്ചെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാച്ചറിയാണ്. ഇത് പറഞ്ഞ് ഈ വത്സൻ തില്ലങ്കേരിയാണ്ട് മാറി അരമണിക്കൂറിനുള്ളിൽ ഇദ്ദേഹം വന്ന് ഇതേ ന്യായീകരണം ആവർത്തിക്കുകയാണ്.
മനസ്സിലാക്കണം. എന്താ ആ കേസ് നിങ്ങൾ ആലോചിക്കണം, എവിടെ എത്തി എന്നുള്ള അറിയോ? അതേപോലെ തന്നെ 8 പേരെ കൊന്ന കളമശ്ശേരി സ്ഫോടനം ആലോചിച്ച് നോക്കി നിങ്ങൾ. അതിൻ്റെ ചുമതലയാക്കാം എവിടെ എത്തി? എന്തെങ്കിലും അതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ടോ? അതിൻ്റെ പേരും പറഞ്ഞ് പിന്നെ ഇവിടുത്തെ വാഗമണിലെ സിമി കേസ് അതിലെ കോടതി മുഴുവൻ ചുരുട്ടിക്കയറ്റി എന്താണ് പിന്നെ തള്ളിക്കളഞ്ഞ കള്ളത്തരമാണ് എഴുതി വെച്ചത്. ഇതിനേക്കാളും നല്ലത് വല്ല അമർചിത്ര കഥ എഴുതുകയാണ് നിങ്ങൾക്ക് നല്ലതെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് പിന്നെ വാഗമൺ സിമി കേസുമായി ബന്ധപ്പെട്ട് അത് മാനിപ്പുലേറ്റഡായ ഒരു കേസാണെന്ന് പറഞ്ഞ് തള്ളിയതാണ്. എത്രയോ കാലം ജീവിതം ഹോമിക്കപ്പെട്ട ആ യുവാക്കൾ ഈ കളമശ്ശേരി സ്ഫോടനമായപ്പം ഈ ADGP നേരെ പോലീസുകാർ വിട്ടത് എടുക്കാറ് നിങ്ങൾ ഈ വാഗമണിൽ കോടതി വിട്ടയച്ച പ്രതികളെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭീകരവാദി ചാപ്പ കുത്തി അവരെ നിർത്തി. ആലോചിക്കണേ നിങ്ങളെ. എന്നിട്ട് അത് എവിടെയെങ്കിലും എത്തിയോ? എവിടെയാണ് ഇതൊക്കെ? അതേപോലെ തന്നെ പൂരം കലക്കൽ വിഷയം ഇവിടെ പറയുകയുണ്ടായി. പൂരം കലക്കലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് റെജി ലൂക്കോസ് എനിക്ക് മറുപടി തരണം. മോട്ടോർ വാഹന ചട്ടമുണ്ട്. ആ ചട്ടം ഇവിടെ ഇപ്പോൾ ട്രാക്ടറിൽ ആളെ കൊണ്ടുപോകാൻ പാടില്ല. 12 വർഷം മുമ്പുള്ള ഹൈക്കോടതിൻ്റെ വിധിയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തുള്ളൊരു ശക്തമായ നിയമമാണ് രോഗികളെയും മൃതദേഹങ്ങളെയും മാത്രമാണ് ആംബുലൻസിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. രോഗികളില്ലാതെ പോകുന്ന മൃതദേഹമില്ലാതെ പോകുന്ന ആംബുലൻസിന് ബീക്കൺ ലൈറ്റും സൈറണും മുഴക്കാൻ പാടില്ല. ഇതൊക്കെ മോട്ടോർ വാഹന വകുപ്പ് ചട്ടങ്ങളിലുള്ള. എന്നാൽ തൃശ്ശൂർ പൂരം കലക്കാൻ ഈ BJPൻ്റെ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ വന്നത് നമ്മൾ ടെലിവിഷനിൽ നേരിട്ട് കണ്ടതാണ്. ബീക്കൺ ലൈറ്റും സൈറണും മുഴക്കിയ ആംബുലൻസിലാണ് ഒരു അസുഖമില്ലാത്ത ഈ മനുഷ്യന്മാർ ഇവരൊക്കെ പാടെ സുരേഷ് ഗോപി ടീം വന്നിറങ്ങിയത്. സത്യത്തിൽ ചട്ടലംഘനത്തിന് ആ ആംബുലൻസ് പിടിച്ചെടുക്കണ്ടേ? ആ ആംബുലൻസിൻ്റെ ഉടമസ്ഥർക്കെതിരെ കേസ് വേണ്ടേ? ഈ നിമിഷം വരെ പൂരം കലക്കൽ കഴിഞ്ഞിട്ട് കാലത്രയായി? എന്തെങ്കിലും ഒരു കേസെടുത്തോ? ഇല്ല, എടുക്കില്ല. കാരണം ഇവിടെ നിയമവാഴ്ച നാട്ടിൽ തകർന്നിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ വിധി രാജ്യത്തിന്റെ ADGP ലംഘിച്ചാൽ എന്തുകൊണ്ട് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല? അജിത് കുമാറിന് എന്തുകൊണ്ട് സംരക്ഷണം എന്നുള്ളതാണ് അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.